ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി കളിക്കുന്ന കേപ്പ് വെർഡെ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെതിരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. മത്സരത്തിന്റെ തുടക്കം മുതൽ സ്പെയിൻ പന്ത് കൈവശം വെച്ചു. പെഡ്രി, റോഡ്രി, യമാൽ പോലുള്ള താരങ്ങളുടെ നേതൃത്വത്തിൽ സ്പെയിൻ നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും കേപ്പ് വെർഡെയുടെ ശക്തമായ പ്രതിരോധം മറികടക്കാൻ സാധിച്ചില്ല. കേപ്പ് വെർഡെ ഗോൾ കീപ്പർ വൊസീഞ്ഞോയുടെ മികച്ച സേവുകളും തളരാത്ത ഡിഫൻസ് കോട്ടയിൽ കിടിലം എന്ന് പറയാതെ വയ്യ. അവസാനം മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. പശ്ചിമ ആഫ്രിക്കയിലെ ചെറിയ ദ്വീപ് രാഷ്ട്രമായ കേപ്പ് വെർഡെ അടുത്ത കാലത്താണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ശ്രദ്ധ നേടിയത്. വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നും വളർന്നു വന്ന ഈ ടീം കഠിനാധ്വാനവും മികച്ച ടീം സ്പിരിറ്റും കൊണ്ട് ആഫ്രിക്കയിലെ മികച്ച ടീമുകളോട് മത്സരിക്കാൻ തുടങ്ങി. 2026 ലോകകപ്പ് അവരുടെ ആദ്യ ഫിഫ ലോകകപ്പ് പ്രവേശനമാണ്. ലോകകപ്പിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യമാണ് കേപ്പ് വെർഡെ. ആദ്യ ലോകകപ്പ് മത്സരത്തിൽ തന്നെ സ്പെയിനിനെതിരെ നേടിയ സമനില കേപ്പ് വെർഡെ ഫുട്ബോൾ ചരിത്രത്തിലെ വലിയ നേട്ടമായി മാറി. സ്പെയിൻ ലോക ഫുട്ബോളിലെ ഏറ്റവും വിജയകരമായ ടീമുകളിൽ ഒന്നാണ്. 2010 ദക്ഷിണാഫ്രിക്ക ലോകകപ്പിൽ നെതർലൻഡ്സിനെ തോൽപ്പിച്ച് സ്പെയിൻ ആദ്യമായി ലോക ചാമ്പ്യന്മാരായി. ടിക്കി ടാക്ക ശൈലിയിലൂടെ ലോക ഫുട്ബോളിനെ സ്വാധീനിച്ച ടീമാണ് സ്പെയിൻ. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലും സ്പെയിൻ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 2008, 12, 24 വർഷങ്ങളിൽ അവർ യൂറോപ്യൻ കിരീടം നേടി. ഒരു വശത്ത് ആദ്യ ലോകകപ്പ് കളിക്കുന്ന കേപ്പ് വെർഡെ, മറുവശത്ത് ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ. പക്ഷേ ഫുട്ബോൾ മൈതാനത്ത് ചരിത്രവും പേരും അല്ല, പ്രകടനമാണ് നിർണായകം എന്ന് ഈ മത്സരം തെളിയിച്ചു. കേപ്പ് വെർഡെയുടെ സ്വപ്ന തുടക്കവും സ്പെയിനിന്റെ അപ്രതീക്ഷിത സമനിലയും 2026 ലോകകപ്പിലെ ഓർമ്മിക്കപ്പെടുന്ന നിമിഷങ്ങളിലൊന്നായി മാറി. ഇതാണ് ഫിഫ ലോകകപ്പ്. ഇവിടെ ഏത് ടീമിനും ചരിത്രമെഴുതാം.